ഇന്ദ്രജിത്ത് എന്ന ആക്ടർ മെയിൻ ലീഡായി വന്ന സിനിമകളിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു നായകൻ. കേരളത്തിന്റെ ഒരു തനത് കലാരൂപത്തിന്റെ പശ്ചാത്തലവും ഒരു പ്രോപ്പർ ഗ്യാങ്സ്റ്റർ മാഫിയ സ്റ്റോറിയുടെ ഔട്ട്ലുക്കുമുള്ള ഒരു ഒന്നൊന്നര കൊളാബറേഷൻ. എനിവേസ്, ആ സിനിമയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല. പറയാൻ പോകുന്നത് ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ഇന്ദ്രജിത്ത് സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും തിയേറ്ററിൽ എത്തിയിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു കാലത്ത് അടുത്ത ആഴ്ച ഒരു വമ്പം പടം വരാൻ പോകുന്നുണ്ട്, പൃഥ്വിരാജിന്റെ അൻവർ. എന്നാൽ ഈ ആഴ്ച തിയേറ്ററുകളൊക്കെ ആളും ആരവുമില്ലാതെ കാലിയായി കിടക്കുകയാണ്. ഇനി ഏതാ കളിക്കുന്ന പടം എന്ന് ചോദിച്ചാൽ ഇതേ പൃഥ്വിരാജിന്റെ ചേട്ടൻ അഭിനയിച്ച ഒരു സിനിമ. സിനിമയുടെ പേര് ചേകവർ. നല്ല പവർഫുൾ പേരല്ലേ. പിന്നെ ഈ പടത്തിന്റെ ഒരു ടൈറ്റിൽ ട്രാക്ക് ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ടായിരുന്നു. അതും അത്യാവശ്യം നൈസ് ആയിരുന്നു. ഒരുതരം ക്ലാസിക്കൽ ടച്ചൊക്കെയുള്ള ഒരു മാസ് സോങ്. അപ്പൊ മൊത്തത്തിൽ മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ ആ ആഴ്ച ആ ഒരു സിനിമയ്ക്ക് അങ്ങ് കയറി. തിയേറ്ററിൽ അധികം ആളുകളില്ലായിരുന്നു. അങ്ങനെ ഒടുക്കം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര വേസ്റ്റഡ് പൊട്ടൻഷ്യൽ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ പടത്തിൽ ഇന്ദ്രജിത്ത് ഒരു പ്രോപ്പർ മാസ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫിസിക്കും ഡയലോഗ് ഡെലിവറിയും ഒക്കെ നൈസാണ്. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സിൽ അമ്പലമുറ്റത്ത് വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. നായകൻ ഒരു മുണ്ടും ബൈസപ്സിന്റെ അവിടെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ഫൈറ്റ്. പക്ക ഒരു തമിഴ് തെലുഗു സ്റ്റൈൽ ഗ്രാവിറ്റിലെസ് ഫൈറ്റ് ആണ്. എങ്കിലും ഒരു മാസ് സിനിമ ആരാധകന് നന്നായി എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു ഐറ്റം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റിൽ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ സിനിമ മൊത്തം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത് ഈ വില്ലൻ നായകന്റെ കുടുംബത്ത് കയറി കളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിലെ പ്രധാന വില്ലൻ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അതായത് അവന്റെ കഥകൾ നിങ്ങൾ കേൾക്കണം. അഴുക്ക ചെറുക്കൻ, തന്തേക്കാൾ മോശം ടൈപ്പ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി നായകന്റെ അനിയത്തിയെ തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു എന്നൊരു ആസ്പെക്ട്. എന്നിട്ട് അതിനൊരു വല്ലാത്ത ജസ്റ്റിഫിക്കേഷനും. ഇയാളുടെ അപ്പനും ഇങ്ങനെ തന്നെയായിരുന്നു, പിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് നന്നായതെന്ന്. അപ്പോൾ ഒടുക്കം ഞാൻ ഈ പറഞ്ഞ കല്യാണം എത്തുമ്പോഴാണ് സിനിമയുടെ ക്ലൈമാക്സ് വരുന്നത്. ശരിയാണ്, അതങ്ങനെ നേരെ പോകുന്നുള്ള വഴിക്ക് നടന്നതല്ല. നായകന്റെ ആബ്സെൻസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ. പക്ഷെ എന്തോ ഒരു പോലീസുകാരനായ നായകന് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഇട്ടുകൊടുക്കുന്നതിന് പകരം വേറെന്തെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പടം ഇതിനേക്കാൾ മികച്ചതായനെ. ആൻഡ് ഈ സകല തെമ്മാടിത്തരവും കാണിക്കുന്ന ഈ പ്രധാന വില്ലനെതിരെ ഈ ക്ലൈമാക്സ് ഫൈറ്റ് എത്തുന്നത് വരെയും നായകൻ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നില്ല. പിന്നെ വില്ലൻ ഈ കുടുംബത്ത് വരെ കയറുന്നു എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു കാണാൻ. സോ ആ കഥ ഒന്ന് മാറ്റി സ്ഥിരം ക്ലീഷ ആയിരുന്നെങ്കിലും വല്ല പൊളിറ്റീഷ്യൻസിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാഫിയക്കെതിരെയൊക്കെ പോരാടുന്ന ഒരു നായകനായിരുന്നെങ്കിൽ ഒപ്പം ക്ലൈമാക്സിലെ കമ്മീഷണർ സിനിമയിലെ പോലെ അവരുടെ ഒരു ഗോഡൌൺ ഒക്കെ മൊത്തമായി കത്തിച്ച് സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നത് പോലെ ആയിരുന്നെങ്കിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇതൊരു മെഗാ വിജയമായി മാറുമായിരുന്നു.